ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ പുതുതായിട്ട് കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രി എന്ന സംവിധാനം ആരംഭിക്കുകയാണ്. അതിരൂപതയിൽ ഹെൽപ്പ് ഡെസ്ക്, തലശ്ശേരി ആർച്ച് ഡയസിസ് ഫോർ റേസിംഗ് അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻറിച്ച്മെൻറ്റ് ട്രേസ് എന്ന പേരിലാണ് ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ഹെൽപ്പ് ഡെസ്ക്കാണ് ഈ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്നത്. ഇനി എന്താണ് ഈ മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ് നമ്മുടെ മാനസിക ആരോഗ്യ മേഖലകളിൽ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കുഞ്ഞു വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കരയുക, അല്ലെങ്കിൽ കൂട്ടുകാരോട് പങ്കുവയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒത്തിരിയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോടും നമ്മുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പങ്കുവയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്താകുമോ എന്നുള്ള നമ്മുടെ ഭയം, മാത്രമല്ല പലപ്പോഴും നമ്മൾ ആശ്വസിപ്പിക്കാനായിട്ട് എത്തിച്ചേരുന്നവർക്ക് വേണ്ട സമാശ്വാസങ്ങൾ നൽകാൻ സാധിക്കാതെ വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും നേരിടാറുണ്ട്. അതിനാലാണ് നമ്മൾ ഇപ്രകാരം ഒരു മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഇതിലൂടെ പ്രൊഫഷണലായിട്ട് കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് സഹായങ്ങൾ നൽകുകയാണ്. നമ്മുടെ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന സമർപ്പിതരുടെയും വൈദികരുടെയും അൽമാരുടെയുമായിട്ടുള്ള ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട്, സ്ഥാപനങ്ങൾ മാത്രമല്ല ഇത് പഠിച്ചിട്ടുള്ള വ്യക്തികളെയും ഇതിലൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഇപ്രകാരമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് നമ്മൾ രൂപീകരിച്ച് നമുക്ക് അവരുടെ സഹായം നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ, അതോടൊപ്പം തന്നെ ദമ്പതികളായിട്ടുള്ള ആളുകൾ, യുവജനങ്ങൾ, മുതിർന്ന ആളുകൾ, പ്രായമായിട്ടുള്ളവർ എല്ലാവരും വിവിധ തരത്തിലുള്ള അവരുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അത് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആ വ്യക്തികൾക്കും കുടുംബത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. മാത്രമല്ല വിവിധ തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ സംഭവിക്കാറുണ്ട്, കൊലപാതകങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ഈ ഒരു മനസ്സിൻ്റെ വിഷയം കൊണ്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും. അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇത് എത്തിച്ചേരാതെ നേരത്തെ തന്നെ കണ്ടെത്തി നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നേറുക നമ്മുടെ കാലത്തിൻ്റെ ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നെറ്റ്വർക്കിനോടൊപ്പം നമുക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, സൺഡേ സ്കൂളുകൾ, ഇതിനോടൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂപ്പ് കൗൺസിലിംഗ്, പ്രൊഫഷണലായിട്ട് ആളുകളുടെ കൗൺസിലിംഗ് ലഭ്യമാകും. അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഇവരുടെ ജോലി, നമുക്കറിയാം ഈ ഒരു മേഖലയിൽ ജോലി സാധ്യത എന്ന് പറയുന്നത് അവർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള പരിശീലനം, ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനോട് ചേർന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെയാണ് നമുക്ക് കെയർ ഗീവേഴ്സ്, ഇപ്പോൾ ഇതൊന്നും പഠിക്കാത്ത ആളുകൾ, നല്ല ആളുകളുണ്ട്, നമുക്ക് മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കെയർ ഗീവേഴ്സായിട്ട് കുട്ടികളുടെ അടുക്കൽ, അതോടൊപ്പം തന്നെ മുതിർന്നവരുടെയൊക്കെ ഇടയിൽ കെയർ ഗീവേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ തരത്തിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുക എന്നുള്ളതാണ് ഈ മിനിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുക. ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സേവനങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഈ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്വാഗതം, അവരെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യും. കാരണം നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ ഇന്ന് ഇപ്രകാരം ആവശ്യമുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ് നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും നന്ദിയോടെ പിതാവിനെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അതിരൂപത ടീം അംഗങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പ്രസ്ഥാനം ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് വേണ്ടുന്ന സഹകരണങ്ങൾ ചെയ്തതെന്ന് എല്ലാവർക്കും, അതോടൊപ്പം തന്നെ തുടർന്ന് നിങ്ങൾക്കും നല്ല ഒരു മനസ്സ് ആശംസിക്കുന്നു, നല്ലൊരു ഹൃദയം ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ ദൈവം അയക്കുന്ന സഹായകരാണ് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ. ആ സഹായകരുടെ സഹായവും നമുക്ക് ലഭ്യമാകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് നമ്മുടെ ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ചെമ്പേരി വിമൽ ജ്യോതിയിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പമ്പ്ലാനി പിതാവ് ഇത് ഉദ്ഘാടനം ചെയ്തു. CMHM കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എഡ്വിൻ വോക്കർ ഇതിൽ സന്നിഹിതനായിട്ടുണ്ടായിരുന്നു. നാഷണൽ സെക്രട്ടറി ആയിട്ടുള്ള സിസ്റ്റർ ജോഹാൻ ചുങ്കപ്പുര സിസ്റ്റർ ഇതിൽ സന്നിഹിതയായിരുന്നു. അതോടൊപ്പം തന്നെ അതിരൂപത വികാരി ജനറലായിട്ടുള്ള ആൻ്റണി മുതുന്നേലച്ചൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ പ്രോഗ്രാമിന്. അതോടൊപ്പം തന്നെ ക്ലാസ്, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ഇതിനെക്കുറിച്ച് നമ്മുടെ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ജോഹാന സിസ്റ്റർ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് നമുക്കിവിടെ നടത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തലശ്ശേരി അതിരൂപതയിൽ ഈ മേഖലയിൽ ഏറ്റവും ആരംഭം കുറിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ട്രീസ പാലേക്കൽ സിസ്റ്റർ SH.
സിസ്റ്റർ ഹൃദയാരം സെൻറ്ററുകളൊക്കെ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ അതിരൂപതയിൽ വലിയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സിസ്റ്ററിനെ നമ്മൾ ആദരിച്ചു. അതോടൊപ്പം ബഹുമാനപ്പെട്ട ജോർജ് പ്രിയേഷ് കളരിമുറി അച്ഛൻ നമുക്കറിയാം ആദം മിനിസ്ട്രി ഡഫ് ആൻഡ് ഡംബ് ബധിരമൂക ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ആദരിക്കുന്നുണ്ട്. കാരണം ആ മേഖലയിൽ കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പ്രിയേഷ് അച്ഛനെയും നമ്മളിന്ന് പ്രത്യേകമായിട്ട് ആദരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആരംഭിക്കുമ്പോൾ ഈ ഒരു ഇടവും ഈ ഒരു ദിനവും അതോടൊപ്പം തന്നെ ഈ വ്യക്തിത്വങ്ങളുമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. ഏറ്റവും നന്ദിയോടുകൂടെ ഇവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.